ശൈത്യകാലം ആരംഭിച്ചതോടെ ഒമാനിൽ ക്യാമ്പിങ്ങുകൾ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. പ്രകൃതി ആസ്വദിച്ച് രാത്രികളിൽ മരുഭൂമിയിൽ തമ്പടിക്കുന്നവർ നിരവധിയാണ്. എന്നാൽ മസ്കറ്റ് ഗവർണറേറ്റിൽ ഇങ്ങനെ ക്യാമ്പിങ്ങിനിറങ്ങുന്നവർക്ക് മുനിസിപ്പാലിറ്റി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്ക് പിഴയും ലഭിക്കും. ഗവർണറേറ്റ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കണം ക്യാമ്പ് ഒരുക്കേണ്ടത്. ആരോഗ്യം, പരിസ്ഥിതി, സുരക്ഷ, നഗരത്തിന്റെ സൗന്ദര്യം സംരക്ഷിക്കൽ തുടങ്ങിയവ കണക്കിലെടുത്താണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിൽ കൂടുതൽ ക്യാമ്പുകൾ അനുവദിക്കില്ല. എന്നാൽ പ്രത്യേക അനുമതിയോടെ 48 മണിക്കൂറിലധികം വർദ്ധിപ്പിക്കാം. ഇതിനായി 100 റിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകണം. മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമ്പ് അനുവദിക്കൂ. ഓരോ ക്യാമ്പ് സൈറ്റിനും 5 മീറ്ററിൽ കുറയാത്ത അകലമുണ്ടായിരിക്കണം. ബീച്ചിൽ നിന്ന് 10 മീറ്റർ അകലവും വേണം. ക്യാമ്പിംഗ് സൈറ്റ് മത്സ്യത്തൊഴിലാളികളുടെ സൈറ്റുകളിൽ നിന്നും സുരക്ഷാ നിരോധിത സൈറ്റുകളിൽ നിന്നും അകലെയായിരിക്കണം. പെർമിറ്റ് ഇല്ലാതെ ക്യാമ്പ് ചെയ്താൽ 200 റിയാൽ പിഴ ചുമത്തും. ക്യാമ്പിങ്ങിനുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ 50 റിയാലാണ് പിഴ. ലഭിച്ച ലൈസൻസ് നമ്പർ ടെന്റിന്റെ മുൻവശത്ത് പ്രദർശിപ്പിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. ലൈസൻസി അല്ലാത്ത മറ്റൊരാൾക്ക് ലൈസൻസ് കൈമാറാനും പാടില്ല. സൈറ്റ് വൃത്തിയായി സൂക്ഷിക്കണം. ഒരു തരത്തിലുമുള്ള നിരപ്പാക്കലും അനുവദിക്കില്ല. മാലിന്യങ്ങൾ കത്തിക്കുന്നതോ കുഴിച്ചിടുകയോ ചെയ്തത് തുടങ്ങിയവയാണ് പ്രധാന മാർഗനിർദ്ദേശങ്ങൾ. മീഡിയ 1 മസ്കത്ത്.